ഈ ലോകത്തിലുള്ള ഏതൊരാളെയും സമൂഹം പല നിലകളിൽ വിലയിരുത്താറുണ്ട്. എന്നാൽ ഏറ്റവും അധികം ഒരു മനുഷ്യന് വില കൽപ്പിക്കുന്നത് ആരാണ്? തീർച്ചയായിട്ടും സൃഷ്ടാവായ ദൈവം തന്നെയാണ് ഏതൊരാളെയും ഏറ്റവും അധികം വിലമതിക്കുന്നത്. പ്രവാചകൻ യെശയ്യാവ് ഇങ്ങനെയാണ് പറയുന്നത്, 43 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ, നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കാൻ. അപ്പം നമ്മുടെ വില പലപ്പോഴും നമുക്കറിയില്ല. മറ്റുള്ളവർ നമ്മെ വളരെയധികം വിലമതിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരു തെറ്റുണ്ട്. അതേക്കുറിച്ചാണ് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഏറ്റവും അധികം പ്രശസ്തനായിരുന്ന പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ 80ാമത്തെ പിറന്നാൾ ആഘോഷവേളയിൽ പാർലമെൻ്റ് ഒരു കാര്യം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ നല്ലൊരു ചിത്രം വരച്ച് സൂക്ഷിക്കണം. അതിനു വേണ്ടിയിട്ട് അവർ ഏറ്റവും നല്ല ഒരു കലാകാരനെ കണ്ടെത്തി അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു. എന്നാൽ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ അടുക്കൽ ഈ കലാകാരൻ ചെന്നപ്പോൾ അദ്ദേഹം ഈ കലാകാരനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ ഏത് നിലയിലാണ് ചിത്രീകരിക്കുന്നത്? എങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ചിത്രം വരയ്ക്കുന്നത്? ഒരു മാലാഖയെ പോലെയോ അതോ ഒരു ബുൾഡോഗിനെ പോലെയോ? ഈ രണ്ട് വിളിയും ജനങ്ങളുടെ ഇടയിൽ പ്രസിദ്ധമായിരുന്നു. ഇത് രണ്ടും അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നു. ചിത്രം വരച്ച് പ്രദർശിപ്പിക്കപ്പെട്ടു. എന്നാൽ ചർച്ചിലിന് ആ ചിത്രം ഇഷ്ടമായില്ല. എന്തുകൊണ്ടെന്നാൽ കോപഭാവത്തോടെ അലസനായി കസേരയിലിരിക്കുന്ന ചിത്രമാണ് ഈ ചിത്രകാരൻ വരച്ചത്. നടക്കുന്ന ദിവസം ചിത്രം പ്രദർശിക്കപ്പെട്ടുവെങ്കിലും അതിനുശേഷം അദ്ദേഹം ആ ചിത്രം നശിപ്പിച്ചു കളഞ്ഞു. നമ്മളുമൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ നന്മകൾ മറ്റുള്ളവർ പ്രകീർത്തിക്കുന്നത് നമുക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ നമ്മുടെ വൃത്തികേട് മറച്ചു വയ്ക്കുവാൻ ഏതറ്റം വരെയും നമ്മൾ പോകാൻ തയ്യാറാവും പലരും. അതാണല്ലോ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്നത്. നമ്മളെ ദൈവം വിലയേറിയവനെ കണ്ടിരിക്കുമ്പോൾ തിരിച്ച് ദൈവത്തിന് മഹത്വം കൂടി ജീവിപ്പാൻ നമുക്ക് ഒന്ന് സമർപ്പിച്ചാലോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കായിട്ടും സ്തോത്രം. അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ പദവിക്കും വിലയ്ക്കുമായിട്ടും മാന്യതയ്ക്കുമായിട്ടും സ്തോത്രം. അതനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. നന്മ നേരുന്നു. ഗോഡ് ബ്ലസ് യു.